മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോട് ചൊല്ല്. അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. തലപ്പാവ് ചുറ്റിയ മുസ്ലിയാക്കന്മാരും അല്ലാത്തവരും പാടുകയാണ്. അവർ ഈ സമൂഹത്തോട് പറയുകയാണ്, ഒന്നാലോചിച്ചു നോക്ക്, ഇന്ന് വരെ ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നോ? മടവൂരാരാ പടച്ചോനാണോ എന്ന് ചോദിച്ചവനോട് ധൈര്യമായിട്ട് പറഞ്ഞോന്നാണ് ആ പാട്ടുകാരൻ പറയുന്നത്. എന്ത്? അതെ അതെ, ഒരിക്കലല്ല, അതെ അതെ അതെ, മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ, അറിഞ്ഞോളീം. തീർന്നില്ല. പിന്നെയും പറയുന്നത് എന്താ? ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂര്. കണ്ടോ, നോക്കണം. അല്ലാഹു അഹദ്, അള്ളയാണ് മടവൂര്, അവൻ തന്നെയാണ് മടവൂര്. ഇന്നും കൂടി ഉറപ്പിച്ചു പറയാണ്, എത്രയെത്ര കനപ്പെട്ട രൂപത്തിലുള്ള ആശയങ്ങളെയാണ് തകിടം മറിച്ചത്. ഈ ഉമ്മത്ത് ചിന്തിച്ചോ? മടവൂരാണ് പടച്ചോ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ പേരോട് മുസ്ലിയാർക്ക് വരെ സഹിച്ചിട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ കാഫറായി പോകുന്നാറ്. പേരോട് മുസ്ലിയാർ പറയുന്നുണ്ടെന്ന്, മടവൂരാണ് പടച്ചോ എന്ന് പറഞ്ഞാൽ കാഫറായി പോകും, ദീനിന്ന് പുറത്തു പോകും. അയാളെ പിന്നെ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് മറമാടാൻ പാടില്ല. അയാളുടെ ഭാര്യയുമായിട്ട് അയാൾക്ക് ലൈംഗിക ബന്ധം പാടില്ല, ബന്ധം പോയി. അയാളെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അയാൾക്ക് ഇനി യാതൊരു ബന്ധങ്ങളും ഇല്ല. എന്താ പ്രശ്നം? മടവൂരാണ് പടച്ചോ എന്ന് പറഞ്ഞു. പേരോടിന് വരെ ദഹിച്ചില്ല. അതിപ്പോ ദഹിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ മൂപ്പരിക്ക് ഇപ്പൊ ധൈര്യം വന്നിട്ടില്ല. ധൈര്യം വരും. ഇപ്പൊ ധൈര്യം വന്നൊരു കമ്പനി ഉണ്ട്, അവരിത് പച്ചയായിട്ട് വിളിച്ചു പറയുന്നുണ്ട്, മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ. മറ്റേ ആൾക്ക് പാണ്ട് എത്തിയിട്ടില്ല, അയാൾക്കാർ ധൈര്യം അങ്ങോട്ട് വന്നിട്ടില്ല. ആലോചിച്ചു നോക്കൂ, എവിടെയാ പ്രശ്നം? ഇവർക്ക് ആർക്കും ഈ പാട്ടിനെ തള്ളിപ്പറയാൻ കഴിയൂല, ആർക്കും ഇതിനെ എതിർക്കാൻ കഴിയൂല. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഈ എന്റെ ശബ്ദം ശവിക്കുന്ന ഓരോരുത്തരും ആലോചിക്ക്. മടവൂരാണ് ഞങ്ങളുടെ പടച്ചോനെന്ന് ധൈര്യമായി പറഞ്ഞോളിനെന്നൊരു പാട്ടിൽ പറഞ്ഞാൽ ആ പാട്ടിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് ഇവിടെ ആർക്കാണ് പറയാൻ സാധിക്കുക? നമുക്കല്ലാതെ ഒരാൾക്കും പറയാൻ സാധിക്കൂല. കാരണം ഈ സമസ്തക്കാര് അവർ ഏത് ഗ്രൂപ്പുകളാണെങ്കിലും അവരൊക്കെയും ഈ സമൂഹത്തെ നാളിതുവരെ പഠിപ്പിച്ചതെന്താ? മഹാന്മാരോട് ചോദിക്കുന്ന ഏത് വിഷയവും അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എല്ലാ കഴിവും അള്ളാഹ് അവർക്കാണ് കൊടുത്തിരിക്കുകയാണ്. അള്ളാഹ് കാണും പോലെ കാണും, കേൾക്കും, എല്ലാം ചെയ്യും. എന്താ പ്രശ്നം? എന്തേ വ്യത്യാസമുള്ളൂ? അള്ളയും വരട്ടെ, എന്തേ വ്യത്യാസമുള്ളൂ? അള്ളാഹുവിന്റെ കഴിവൊക്കെ സ്വന്തമായിട്ടുള്ളതാണ്, ഇവരുടെ കഴിവൊക്കെ അള്ള കൊടുത്തതാണ്. അപ്പൊ അള്ള കൊടുത്തതാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് ഇവര് നാളിതുവരെ പഠിപ്പിച്ചത്. എങ്കിൽ പിന്നെ ഈ പാട്ടുണ്ടാക്കിയ ചങ്ങാതിക്കും ചോദിക്കാലോ, മടവൂരാണ് പടച്ചോന്ന് ഞാൻ വിശ്വസിക്കണതിന് എന്താ കുഴപ്പം? കാരണം പടക്കുവാനുള്ള കഴിവ് അള്ളാഹു മടവൂരിനാണ് കൊടുത്താൽ എന്താ പിന്നെ പ്രശ്നം? മടവൂര് പടച്ചോനായിക്കൂടെ? ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമാണ് എന്നാണ് ഇവർ പറയുന്നത്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം. മുദബ്ബിറുൽ ആലം എന്നുള്ളതിന്റെ മലയാളം എന്താ നിങ്ങൾക്കറിയോ? ജഗന്നിയന്താവ്. ജഗം എന്ന് പറഞ്ഞ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന നിയന്താവ്, അതാണ് ജഗന്നിയന്താവ്. ആരാ ജഗന്നിയന്താവ്? നമുക്ക് അല്ലാഹ്. ഇവർക്കോ മടവൂര്, മറ്റുള്ള ശൈഖ്മാര്. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ കാര്യമായി പറയുന്നത്. ഇതറിയാതെ നമ്മളിങ്ങനെ ജീവിക്കാണ്. എന്തും പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുക. രാമചന്ദ്രന്, ബാലചന്ദ്രന്, ജോസഫിനൊക്കെ ഇസ്ലാം പറഞ്ഞു കൊടുക്കുക. നമ്മള് തൗഹീദ് പറഞ്ഞു കൊടുക്കാണ്. അകത്തിവിടെ ശരിയായിട്ടില്ല. ഇവിടെ മടവൂരാണ് പടച്ചോ എന്ന് പറയുന്ന കൗമ് വളർന്നു വരികയാണ്. അതിനെ എതിർക്കാൻ ആർക്കും ഇവിടെ ധാർമ്മികമായി അവകാശമില്ല. എന്താ കാരണം? അവരൊക്കെ വിശ്വസിപ്പിച്ചത്, ജനങ്ങളെ പഠിപ്പിച്ചത് അള്ളാഹിന്റെ എല്ലാ കഴിവും ഇവർക്ക് കൊടുക്കാം. അപ്പൊ പടച്ചവനാണെന്നുള്ള പടക്കാനുള്ള കഴിവാണ് കൊടുത്താൽ പിന്നെ പടച്ചവനായി. അതിനെന്താ തകരാറ്? അപ്പൊ ഇവർക്കാർക്കും ഇതിൽ നിന്ന് കൈ കഴുകാൻ കഴിയൂല. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം എത്തിയിട്ടുണ്ട്. വളരെയേറെ ഗൗരവമാണ്. എല്ലാ അർത്ഥത്തിലും വിശ്വാസപരമായി അധപ്പതിച്ചിരിക്കുന്നു. ഇത് തിരിച്ചറിയാനും വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും നമുക്ക് താല്പര്യമുണ്ടാകണം. എനിക്കതിനോട് താല്പര്യമില്ലാതെ ദയവായി പറയരുത്. കൃത്യമായ പഠനം നടക്കണം മരണം വരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹനായി തരപ്പെട്ടവനായി അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന കൃത്യമായ ആദർശം മുസ്ലിയാക്കന്മാരിപ്പോ വെച്ചുകൊണ്ട് കിടക്കുന്ന അർത്ഥം എന്താണ്? സ്വയം കഴിവുള്ള വ്യക്തി അല്ലാഹു അല്ലാതെ ഇല്ല. അപ്പൊ വേറുള്ളവർക്കൊക്കെ അള്ളാഹ് കൊടുത്ത കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല. അവിടേക്കെത്തി.
ഇത് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, ബന്ധപ്പെട്ടവരിലുണ്ട്. അത് അന്വേഷിക്കാൻ നമുക്ക് നേരമില്ലെങ്കിൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ തരണേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, യഥാർത്ഥത്തിൽ നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരു മാതൃകയായി ജീവിക്കാൻ മാത്രം നീ ഞങ്ങളെ ഉയർത്തണേ, വളർത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കെന്ത് യോഗ്യതയാവുള്ളത്? ഇസ്ലാമികമായ ആണിക്കല്ല് പോലും തകർന്നടിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ എവിടെ എത്തി നമ്മൾ?